Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ഒരു 2D ഇമേജ് യൂസ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു 3D മോഡൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ഫ്രീ AI ടൂളാണിത്. ഇന്റീരിയർ പ്രൊജക്ട്സ്, പ്രൊഡക്റ്റ് ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ഡിസൈൻ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിനായി ഈ ഒരു ടൂൾ വളരെ യൂസ്ഫുൾ ആണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 2D ഇമേജസിൽ നിന്നോ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടോ വളരെ ക്വിക്കായി 3D മോഡൽസിനെ ജനറേറ്റ് ചെയ്യാനും ആ മോഡലുകളെ ഡൗൺലോഡ് ചെയ്ത് 3D സോഫ്റ്റ്വെയറിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതാണ് ഈ ഒരു ടൂൾ, ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. 3D Max യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ, പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഇവിടെ കാണുന്ന ഈ ഒരു 2D ഇമേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു 3D മോഡൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു AI ജനറേറ്റർ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇമേജ് ടു 3D, ടെക്സ്റ്റ് ടു 3D, മെഷ് ഓൺലി എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു മോഡൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ടെക്സ്റ്റ് ടു 3D എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഇമേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 3D മോഡൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇമേജ് ടു 3D എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായി മെഷ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ക്വിക്കായി ടെക്സ്ചർ ഇല്ലാതെ 3D മോഡലിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യാതെ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ഇമേജിലുള്ള കളേഴ്സ് അനുസരിച്ച് ടെക്സ്ചർ ഉൾപ്പെടെ 3D മോഡൽ ജനറേറ്റ് ആകുന്നതാണ്. ആഡ് ഇമേജ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജിനെ സെലക്ട് ചെയ്ത് ഇതിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു മോഡൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മളിത് ക്ലിക്ക് ചെയ്തപ്പോൾ റിയൽ ടൈമിൽ ഈ ഒരു 3D മോഡലിന്റെ ജനറേഷൻ ഇവിടെ കാണാവുന്നതാണ്. വളരെ ക്വിക്കായി ഈ ഒരു മെഷിന്റെ ജനറേഷൻ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുൾ സ്ക്രീനായി നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു മോഡലിനെ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജിനെ ബേസ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയ ഈ ഒരു 3D മോഡൽ ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഈ ഒരു മോഡലിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ 3D സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഞാനിതിൽ OBJ ഫോർമാറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഒരു സിപ്പ് ഫോൾഡർ ആയിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്ത മോഡൽ ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ഫോൾഡർ അൺസിപ്പ് ചെയ്ത് 3D Maxലേക്ക് നമുക്ക് ആ ഒരു മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു മോഡൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മോഡലിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡീറ്റെയിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ മോഡലുകളെ ജനറേറ്റ് ചെയ്ത് ആ മോഡലുകളിൽ നമുക്ക് വേണ്ട ചേഞ്ചസ് വളരെ ക്വിക്കായി ചെയ്യുവാനും നമ്മുടെ 3D പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി ഇവിടെ കാണുന്ന ഈ ഒരു 2D ഇമേജ് ആണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിനായി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. മെഷ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ജനറേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു മോഡൽ ജനറേറ്റ് ആവുന്നതായി ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു 2D ഇമേജിൽ നിന്നും നമുക്ക് ഈ ഒരു മോഡൽ ഇതുപോലെ ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മോഡലിനെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ ഒരു മോഡൽ വളരെ ഡീറ്റെയിൽ ആയി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇമേജ് ആണ് നമ്മൾ ഈ ഒരു 3D മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഇമേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും ഇവിടെ ലഭിച്ചതായി കാണാവുന്നതാണ്. ഇതുപോലെ വളരെ ക്വിക്കായി ഒരു ഇമേജിൽ നിന്നും 3D മോഡലുകളെ ജനറേറ്റ് ചെയ്യുന്നതിനായി ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ AI ടൂളാണ്. ബ്രൗസറിൽ kriya.ai/3D എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഒരു ഇമേജ് ടു 3D ജനറേറ്റർ ഡെയിലി ലിമിറ്റുകളോടെ നമുക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യാവുന്നതാണ്.
ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.